നമസ്കാരം. മലയാളികൾക്ക് ഏറെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരകുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത്. ഇവരുടെ കുടുംബത്തിലെ ഓരോ വാർത്തകളും വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുള്ളത്. കഴിഞ്ഞ ദിവസമാണ് നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണയുടെ പിതാവ് S. രംഗനാഥൻ വിടവാങ്ങിയത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. കൊച്ചുമക്കളാണ് രംഗനാഥന്റെ മരണവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. സിന്ധു കൃഷ്ണയ്ക്ക് പുറമെ സിമി എന്ന മകൾ കൂടി അദ്ദേഹത്തിനുണ്ട്. സിമിയുടെ മകളായ തൻവി സുധീർ അപ്പൂപ്പനെ കുറിച്ച് ഹൃദയസ്പർശിയായ കുറിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു. കാനഡയിൽ താമസിക്കുന്ന തൻവി ഗർഭിണിയായതിനാൽ അവസാനമായി അപ്പൂപ്പനെ കാണാൻ നാട്ടിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. അപ്പൂപ്പന്റെ വിയോഗത്തിനൊപ്പം അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാത്തതിന്റെ വിഷമവും തൻവി കുറിപ്പിലൂടെ പങ്കുവച്ചിരുന്നു. അപ്പൂപ്പനെ അവസാനമായി ഒരു തവണ കൂടി കാണാൻ കഴിയാത്തത് ഏറെ വേദനയുണ്ടാക്കുന്നു. ഏറ്റവും ദുർഘടമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. മാതൃത്വത്തിന്റെ കാലം അപ്പൂപ്പനൊപ്പം ചെലവിടാമെന്ന വാക്ക് പാലിക്കാനാകാത്തത് എന്നെ തളർത്തുന്നു. നിങ്ങൾ എല്ലായ്പ്പോഴും എനിക്ക് വേണ്ടി നിലകൊണ്ടിരുന്നു അപ്പൂപ്പ. പക്ഷെ അവസാന കാലത്ത് എനിക്കൊപ്പം ഉണ്ടാകാൻ കഴിഞ്ഞില്ല. നിങ്ങളെ മിസ് ചെയ്യുന്നു അപ്പൂപ്പ. തൻവി കുറിച്ചത് ഇങ്ങനെ. സിന്ധു കൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിലൂടെ മാതാപിതാക്കളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും. 4 വർഷം മുമ്പ് വീട്ടിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണവുമായി അച്ഛനെയും അമ്മയെയും കാണാൻ പോയതും അവർക്ക് ഭക്ഷണം വിളമ്പുന്നതുമെല്ലാം ചിത്രീകരിച്ച് സിന്ധു കൃഷ്ണ യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോ ഏറെ ശ്രദ്ധേയമായിരുന്നു. പിതാവ് S. രംഗനാഥന്റെ വിയോഗത്തിൽ വികാര നിർഭരമായ കുറിപ്പും വീഡിയോയും പങ്കുവെച്ച് സിന്ധുകൃഷ്ണ എത്തിയിരുന്നു. തന്റെ കൊച്ചുമകൻ ഓമിയെ രംഗനാഥൻ മടിയിലിരുത്തി ലാളിക്കുന്ന പഴയൊരു വീഡിയോയാണ് സിന്ധുകൃഷ്ണ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. ലാഡി എന്ന് എഴുതി ഒരു ഹൃദയം തകർന്ന ഇമോജിയുടെ ഒപ്പമാണ് ഹൃദയസ്പർശിയായ ഈ ദൃശ്യങ്ങൾ അവർ പങ്കുവച്ചത്. അപ്പൂപ്പന് നിന്നെപ്പോലെ ആരുടെയെങ്കിലും സഹായം വേണം, അപ്പൂപ്പന് നടക്കാൻ വയ്യ എന്ന് സിന്ധുവിന്റെ അച്ഛൻ കുഞ്ഞു ഓമിയോട് പറയുന്നത് വീഡിയോയിൽ കേൾക്കാം. ശാരീരിക അവശതകൾക്കിടയിലും കൊച്ചുമകനോടൊപ്പം സമയം ചെലവഴിക്കുന്ന രംഗനാഥന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. നിരവധി പേരാണ് സിന്ധുവിനെയും കുടുംബത്തെയും സാന്ത്വനിപ്പിച്ചുകൊണ്ട് കമന്റുകളുമായി എത്തിയത്. കുടുംബത്തിലെ എല്ലാ ആഘോഷങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്ന അപ്പൂപ്പന്റെ വിയോഗം തങ്ങൾക്കും വലിയ സങ്കടകരമാണെന്ന് ആരാധകർ കുറിക്കുന്നു. പിതാവിന്റെ ആരോഗ്യ വിവരങ്ങൾ സിന്ധു തന്റെ ബ്ലോഗിലൂടെയും മുൻപും പങ്കുവച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ എല്ലാ ആഘോഷവേളയിലും സിന്ധുവിന്റെ മാതാപിതാക്കളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വർഷങ്ങളോളം മസ്കറ്റിൽ സ്വന്തമായി പാക്കിംഗ് ആൻഡ് ഫോർവേഡിംഗ് ബിസിനസ് നടത്തിയിരുന്ന രംഗനാഥൻ മക്കൾ വിവാഹിതരായി സെറ്റിലായ ശേഷമാണ് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കിയത്. വളരെ സജീവമായിരുന്ന പിതാവ് വാർദ്ധക്യ സഹജമായ അവശതകളിലേക്ക് മാറിയതിനെക്കുറിച്ച് സിന്ധുകൃഷ്ണ തന്റെ വ്ലോഗുകളിലൂടെ അറിയിച്ചിരുന്നു. സ്ട്രോക്കിനെ തുടർന്ന് ബാലൻസ് നഷ്ടപ്പെട്ടതും ശസ്ത്രക്രിയയ്ക്ക് വിധേയനായതും പിതാവിനെ തളർത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് പോലും അച്ഛനൊപ്പം ആശുപത്രിയിലായിരുന്നുവെന്ന് സിന്ധു വ്യക്തമാക്കിയിരുന്നു. 2 പെൺമക്കളായിരുന്ന രംഗനാഥന് തന്റെ മൂത്ത മകനെ പോലെയായിരുന്നു കൃഷ്ണകുമാർ. സിന്ധുവും കൃഷ്ണകുമാറുമാണ് അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത്. എല്ലാ കുടുംബ ആഘോഷങ്ങളിലും മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ സിന്ധു പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കൊച്ചുമക്കൾക്കെല്ലാം വലിയ വഴികാട്ടിയായിരുന്ന ഒരു കാരണവരുടെ വേർപാടിലാണ് കുടുംബം ഇപ്പോൾ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു രംഗനാഥന്റെ അന്ത്യം. അപ്പൂപ്പന്റെ വിയോഗ വാർത്ത അഹാനകൃഷ്ണയും സഹോദരിമാരും നേരത്തെ തന്നെ ആരാധകരെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പിതാവുമായുള്ള ഓർമ്മകൾ സിന്ധു പങ്കുവച്ചത്. എന്തായാലും അച്ഛന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി സിന്ധുകൃഷ്ണ പങ്കുവച്ച കുറിപ്പിന് താഴെ അധിക്ഷേപ കമന്റുകളുമായി നിരവധി പേർ എത്തിയിരുന്നു. എന്നാൽ അവർക്ക് ചുട്ട മറുപടി നൽകിയ അഹാനകൃഷ്ണ രംഗത്തെത്തി. അച്ഛന്റെ മരണം വീഡിയോ നിർമ്മിക്കാനുള്ള പുതിയ കണ്ടന്റാണെന്നും ഇവർ നാണം കെട്ടവരാണെന്നുമായിരുന്നു ഒരു വ്യാജ പ്രൊഫൈലിൽ നിന്നുള്ള പരിഹാസം. ഇതിനെതിരെ കടുത്ത ഭാഷയിലാണ് അഹാന പ്രതികരിച്ചത്. നിങ്ങളോട് നരകത്തിൽ പോവാൻ ഞാൻ ആവശ്യപ്പെട്ടില്ല, കാരണം നരകം പോലും അവിടെ എത്തുന്നവരിൽ നിന്ന് ഒരു മിനിമം മാന്യത പ്രതീക്ഷിക്കുമെന്ന് ഞാൻ കരുതുന്നു, അഹാന കുറിച്ചു. തന്റെ അച്ഛൻ രംഗനാഥൻ കൊച്ചുമകൻ ഓമിയെ മടിയിലിരുത്തി ലാളിക്കുന്ന പുതിയ വീഡിയോയാണ് സിന്ധുകൃഷ്ണ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഡാഡി എന്ന് കുറിച്ചുകൊണ്ട് ഹൃദയം തകർന്ന ഇമോജിയോടെയാണ് സിന്ധു ഈ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തത്. ഈ പോസ്റ്റിൽ അഹാന നൽകിയ മറുപടിക്ക് താഴെയാണ് വെറുപ്പ് നിറഞ്ഞ കമന്റുകളുമായി ഒരാൾ എത്തിയത്. വീഡിയോ ഉണ്ടാക്കാൻ ഒരു വിഷയം കിട്ടി, നാണമില്ലാത്തവർ. ഇപ്പോൾ നിങ്ങൾ പറയും അച്ഛൻ മരിച്ചു, 56 ദശലക്ഷം കാഴ്ചക്കാർ എന്ന്. മുത്തച്ഛനെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അടുത്ത ആൾ വീഡിയോ അപ്ലോഡ് ചെയ്യും, അതിന് 1 മില്യൺ കാഴ്ചക്കാർ. കണ്ടന്റിന്റെ 5 കീടങ്ങൾ, പൈസ ആർത്തിയുള്ള ജോലിയില്ലാത്ത ആളുകൾ എന്നായിരുന്നു കമന്റ്. അഹാനയ്ക്ക് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്. ഒരാളുടെ മരണത്തെയും അതിലൂടെ ഉണ്ടാകുന്ന ദുഃഖത്തെയും പണം ഉണ്ടാക്കാനുള്ള വഴിയായി കാണുന്ന ചിന്താഗതി സങ്കടകരമാണെന്ന് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെട്ടു. സ്നേഹിച്ച ഒരാളുടെ ഓർമ്മകൾ നിലനിർത്താൻ ശ്രമിക്കുന്നതിന് ഇത്തരത്തിൽ കാണാൻ എങ്ങനെ സാധിക്കുന്നുവെന്നും ആരാധകർ ചോദിച്ചിരുന്നു. ഡാഡിയും ഓമിയും ഒന്നിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു സിന്ധുകൃഷ്ണ പങ്കുവച്ചത്. ഓമിയെ മടിയിലിരുത്തി കൊഞ്ചിക്കുകയാണ് ഡാഡി. അപ്പൂപ്പന് നടക്കാൻ വയ്യ, പിന്നെ എന്തു ചെയ്യും? അപ്പൂപ്പന് നിന്നെപ്പോലെ നടക്കണമെങ്കിൽ സഹായം വേണം എന്നായിരുന്നു ഡാഡി പറഞ്ഞത്. ഓമിക്ക് വെളിയിൽ പോണോ എന്നായിരുന്നു സിന്ധുകൃഷ്ണ ചോദിച്ചത്. ഡാഡി വരുമ്പോൾ ഓമി ഇവിടെ ഉണ്ടെങ്കിൽ എടുക്കാനായി ചാടും അവൻ. ഡാഡിക്ക് തനിയെ അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് എനിക്ക് എടുക്കാനൊന്നും പറ്റില്ല. മടിയിലിരുത്തി കൊടുത്താൽ കളിപ്പിക്കും. ഇടയ്ക്ക് കണ്ട് ഡാഡിയുമായി നല്ല കൂട്ടാണ് ഓമി വന്നില്ലേ എന്ന് ഡാഡിയും മമ്മിയും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടെന്നും സിന്ധുകൃഷ്ണ പറഞ്ഞിരുന്നു. ഡാഡി പോയതിന് പിന്നാലെയായി സങ്കടം പങ്കുവെച്ചാണ് സിന്ധുകൃഷ്ണ എത്തിയത്. മിസ് യു അപ്പൂപ്പ എന്ന് പറഞ്ഞ് നേരത്തെ ദിയയും എത്തിയിരുന്നു.
ജീവിതത്തിൽ തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട അപ്പൂപ്പനെ അവസാനമായി കാണാനാവാത്ത സങ്കടം കൊച്ചുമകളായ തൻവിയും പങ്കുവച്ചിരുന്നു. സിമിയുടെ മകളായ തൻവി കുടുംബസമേതമായി വിദേശത്താണ്. കുട്ടിക്കാലത്ത് അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും ഒപ്പമായിരുന്നു തൻവി താമസിച്ചിരുന്നത്. രണ്ടാമത്തെ കുഞ്ഞിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് തൻവി. അപ്പൂപ്പനെ ഇനി കാണാനാവില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടമാണ്. എന്നും എന്റെ വരവിനായി കാത്തിരിക്കുമായിരുന്നു. കുഞ്ഞുണ്ടായ ശേഷം നാട്ടിലേക്ക് പോകണമെന്നായിരുന്നു തീരുമാനിച്ചതെന്നും തൻവി കുറിച്ചിരുന്നു. കൃഷ്ണകുമാറും സിന്ധുവുമായുള്ള വിവാഹത്തിൽ തുടക്കത്തിൽ എതിർപ്പായിരുന്നു ഡാഡിക്ക്. ജാതി വ്യത്യാസവും കുടുംബ പശ്ചാത്തലവുമൊന്നും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. മകളായിട്ട് തെരഞ്ഞെടുത്ത പങ്കാളി എന്ന നിലയിൽ പിന്നീട് സമ്മതം മൂളുകയായിരുന്നു അദ്ദേഹം. കൃഷ്ണകുമാറും സിന്ധുവുമായുള്ള വിവാഹത്തിൽ തുടക്കത്തിൽ എതിർപ്പായിരുന്നു ഡാഡിക്ക്. ജാതി വ്യത്യാസവും കുടുംബ പശ്ചാത്തലവുമൊന്നും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. മകളായിട്ട് തിരഞ്ഞെടുത്ത പങ്കാളി എന്ന നിലയിൽ പിന്നീട് സമ്മതം മൂളുകയായിരുന്നു അദ്ദേഹം. വിദേശത്തായിരുന്നു ഡാഡി. കത്തെഴുതിയായിരുന്നു കൊച്ചുവിനോടുള്ള ഇഷ്ടം അറിയിച്ചത്. അവർ നേരെ അവിടേക്കായിരുന്നു വന്നത്. പെരുമാറ്റത്തിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ബന്ധുക്കളായിരുന്നു എതിർപ്പുകളുമായി വന്നത്. അതൊന്നും നോക്കിയില്ല. ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു എന്നുമായിരുന്നു സിന്ധുകൃഷ്ണ പറഞ്ഞത്. അതേസമയം സിന്ധുകൃഷ്ണയും മക്കളും പങ്കിടുന്ന ബ്ലോഗിലൂടെയായി പ്രേക്ഷകർക്ക് പരിചിതരായി മാറിയവരാണ് ഡാഡിയും മമ്മിയും. കുട്ടിക്കാലത്ത് ഞങ്ങൾ കുടുംബസമേതമായ അബുദാബിയിലായിരുന്നു. കുറച്ചുകാലം അവിടെ പഠിച്ചു. പിന്നെ ഊട്ടിയിൽ ബോർഡിങ്ങിലായിരുന്നു. കർക്കശക്കാരനായി തന്നെയാണ് അവർ ഞങ്ങളെ വളർത്തിയതെന്ന് സിന്ധു പറഞ്ഞിരുന്നു. കിച്ചുവുമായുള്ള പ്രണയം പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കുമായിരുന്നില്ല പ്രശ്നം. കുടുംബക്കാരായിരുന്നു ഈ ബന്ധം ശരിയാവുമോ എന്നുള്ള ചോദ്യങ്ങളുമായി വന്നത്. എതിർപ്പുകളൊക്കെ ആയിരുന്നുവെങ്കിലും തങ്ങളുടെ തീരുമാനം ഉറച്ചതായിരുന്നു. അങ്ങനെ തുടങ്ങിയ ബന്ധമാണ്. പിരിഞ്ഞു പോവാൻ തക്ക വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതൊന്നും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചില്ല. വ്ലോഗിലൊക്കെ കാണുന്നത് പോലെ എപ്പോഴും സ്നേഹത്തോടെ സംസാരിക്കുന്നവരല്ല ഞങ്ങൾ. അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവാറുണ്ടെന്നും കൃഷ്ണകുമാറും സിന്ധുവും പറഞ്ഞിട്ടുണ്ട്. വ്ലോഗറുടെ എല്ലാം സജീവമായിരുന്നു രംഗനാഥൻ. ഡാഡി ചെക്കപ്പിന് പോയതും നോക്കാനായി പുതിയ ഹോം നേഴ്സ് വന്നതും വീട്ടിലെ മറ്റു വിശേഷങ്ങളെക്കുറിച്ചുമെല്ലാം സിന്ധു വാചാലയാവാറുണ്ട്. ട്രിപ്പിന് പോയാലും എത്ര തിരക്കിലായാലും ഡാഡിയുടെയും അമ്മയുടെയും കാര്യങ്ങൾ കൃത്യമായി ചെയ്യാറുണ്ട് സിന്ധു. നാട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുമ്പോൾ വലിയ ടെൻഷൻ അവരെ ഓർത്താണെന്നും മകൾ പറഞ്ഞിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊക്കെ ഉണ്ട് ഡാഡിക്ക്. തന്നെ നടക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ. എപ്പോഴും കൂടെ ആളുണ്ടാവും. അമ്മയ്ക്കും സഹായത്തിന് ആളുണ്ട്. അവിടെ എപ്പോഴും ആളുകൾ വേണം. ഏജൻസികളിൽ നിന്നും ആളുകൾ വന്നാൽ ഇവരുമായി അവർ സെറ്റായെന്ന് കേൾക്കുമ്പോഴാണ് സമാധാനമെന്നും അവർ പറഞ്ഞിരുന്നു. ഡാഡിയുടെ അപ്രതീക്ഷിത വേറുപാടിന്റെ സങ്കടത്തിലാണ് എല്ലാവരും. പൂർണ്ണ ഗർഭിണിയായതിനാൽ അപ്പൂപ്പനെ അവസാനമായി കാണാൻ പോലും പറ്റാത്ത വിഷമം തൻവിയും പങ്കുവച്ചു. അപ്പൂപ്പനെ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യുന്നു എന്നായിരുന്നു കൊച്ചുമക്കളെല്ലാം പറഞ്ഞത്. അപ്പൂപ്പനെ മാലാഖമാരെല്ലാം സ്വർഗത്തിൽ ഗ്രാൻഡായി സ്വാഗതം ചെയ്ത് കാണുമല്ലേ. അടുത്ത ജന്മത്തിൽ വീണ്ടും ഒന്നിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നെന്നായിരുന്നു ദിയ കുറിച്ചത്. കല്യാണ സമയത്ത് അപ്പൂപ്പൻ ഡാൻസ് ചെയ്യുന്നതിനിടയിലെ ചിത്രവും കുറിപ്പിനൊപ്പം ഉണ്ടായിരുന്നു. ദ മോസ്റ്റ് ഫണ്ണിയസ്റ്റ് ആൻഡ് സില്ലിയസ്റ്റ് മാൻ എന്നായിരുന്നു തൻവിയുടെ കമന്റ്. കൊച്ചുമക്കളായിരുന്നു അന്ന് ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തത്. ഇവരിപ്പോൾ നടക്കുമ്പോൾ വരെ പ്രാക്ടീസ് ആണെന്നായിരുന്നു അഹാന അന്ന് പറഞ്ഞത്. സ്റ്റേജിൽ വന്നൊരു ഡാൻസ് ഒക്കെ ചെയ്യാൻ പണ്ട് ആഗ്രഹിച്ചതാണ്. ഇപ്പോഴാണ് സഫലമായതെന്നായിരുന്നു ഡാഡിയും അമ്മയും പറഞ്ഞത്. ഇനി കാത്തിരിക്കുന്നത് അഹാനയുടെ വിവാഹത്തിനാണ്. അങ്ങനെ എല്ലാവരും വിവാഹിതരാവട്ടെ. അതൊക്കെ കാണാനാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നും ഇരുവരും അന്ന് പറഞ്ഞിരുന്നു. അഹാന കല്യാണത്തിനുള്ള ഒരുക്കങ്ങളിലാണെന്ന വാർത്ത അടുത്തിടെയായിരുന്നു പുറത്തു വന്നത്. അതിനിടയിലാണ് ദുഃഖവാർത്തയും എത്തിയിട്ടുള്ളത്. ഇനിയുള്ള മക്കളുടെ വിവാഹം കൂടി കാണാനുള്ള ആഗ്രഹം നേരത്തെ അദ്ദേഹം പങ്കുവച്ചിരുന്നു. അടുത്തത് ആരുടെ വിവാഹമാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പെട്ടെന്ന് സെറ്റിലായി കാണാൻ ആഗ്രഹമുണ്ടെന്നായിരുന്നു മറുപടിയും.